നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 736 736. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ സർഗം 7 ബ്രഹ്മസ്വരൂപം, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തുമ്പോൾ 6-ാം സർഗത്തിൽ 101-ാമത്തെ ശ്ലോകം, ലാസ്റ്റ് ശ്ലോകം അതായിരുന്നു. അതാണ് പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? ആമട്ടിൽ നാരായണൻ എന്ന പേരെഴും പരാൽപരൻ താൻ നിലയൊന്നു കേൾക്കുവാൻ ചോദിക്കവേ ചൊല്ലി നൃപേന്ദ്രനോടുടൻ യോഗീന്ദ്ര ചൂടാമണി പിപ്പലായനൻ. 5-ാമത്തെ നവയോഗികളിൽ 5-ാമത്തെ ശ്രേഷ്ഠനായ ഒരാൾ പറഞ്ഞു എന്നാണ് അതിൻ്റെ. അത് ബ്രഹ്മസ്വരൂപം എന്നുള്ളതാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യണത്. 1-ാം ശ്ലോകം നാരായണൻ പരബ്രഹ്മം പരമാത്മാവ് ഇതൊക്കെയും ഒരേ പൊരുളിനെ തന്നെ ചൊല്ലുകയാം 3 അവസ്ഥയാൽ. എല്ലാം പര്യായങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നാരായണൻ പരബ്രഹ്മം പരമാത്മാവ് ഇതൊക്കെയും ഒരേ പൊരുളിനെ തന്നെ ചൊല്ലുകയാം 3 അവസ്ഥയാൽ. പ്രപഞ്ചത്തിനു സൃഷ്ടിയാദി സർവകാരണമെങ്കിലും തനിക്കു കാരണം മറ്റില്ല, അതു നാരായണൻ പരൻ. എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നത് നാരായണനാണ്. പ്രപഞ്ചത്തിന് സൃഷ്ടിയാദി സർവകാരണമെങ്കിലും തനിക്കു കാരണം മറ്റില്ല, അതു നാരായണൻ പരൻ. ജാഗ്രതാദി സമാധ്യന്തരമാം അവസ്ഥകൾ, ജാഗ്രതാദി സമാധ്യന്തമാം അവസ്ഥകൾ 4ലും ജാഗ്രൽ സ്വപ്ന സുഷുപ്തി തുരിയം, ഇങ്ങനെ 4 അവസ്ഥകളാണ്. അവസ്ഥകൾ 4ലും പ്രശോഭിക്കുവതാം തത്വം ബ്രഹ്മം എന്നറിയപ്പെടും. ജാഗ്രത്തിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും തുര്യത്തിലും ഈ 4ലും ആത്മാവിനെ പറഞ്ഞത് ബ്രഹ്മം എന്നാണ് പറയാം. ദേഹ ഇന്ദ്രിയാദി പ്രാണബുദ്ധി മനസ്സ് ഈ വക സർവവും പ്രവർത്തിക്കുവത് അതൊന്നാൽ പരമാത്മാവതാം നിർവ. ദേഹം ഇന്ദ്രിയം പ്രാണൻ ബുദ്ധി മനസ്സ് ഇവയെ പ്രവർത്തിക്കുന്ന ആൾക്ക് പരമാത്മാവ് എന്ന് പറയുന്നു. മനസ്സിന് ഓർപ്പാൻ, വാക്കിന് ചൊല്ലുവാൻ, കണ്ണിനു കാണുവാൻ, ബുദ്ധിക്കറിയുവാൻ ഈ മട്ടേതിനും ഇതേ ഗോചരം. കാഴ്ചപ്പാട് എന്നാണ് അർത്ഥം വരിക. കാഴ്ചപ്പാട്. മനസ്സിന് ഓർപ്പാൻ, ഓർമ്മ വരണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ ഇടയ്ക്ക് ബബ്ബ പറയാറുണ്ട്. ചില ആൾക്കാരുടെ പേര് വരില്ല, എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഭഗവാൻ കാണിച്ചു തരും, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, ഓർമ്മിപ്പിച്ച് തരും. അപ്പോൾ മനസ്സിനോർപ്പാൻ, വാക്കിനു ചൊല്ലുവാൻ, കണ്ണിനു കാണുവാൻ, ബുദ്ധിക്ക് അറിയുവാനും ഈ മട്ട് ഏതിനും ഇത് അഗോചരം, കാണാൻ പറ്റില്ല. ആളുണ്ടേലും അഗോചരം എന്നാ പറയാം. കാണാൻ പറ്റില്ല. അറിയാൻ, ചൊല്ലുവാൻ, ചെയ്യുവാൻ ഈ വണ്ണം സർവശക്തിയും ഏവർക്കും അരുളും ബ്രഹ്മം എമ്മട്ടിൽ അറിയപ്പെടും. ഇതിനെ എങ്ങനെയാണ് അറിയാം? ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം? അതാണ് ബ്രഹ്മസ്വരൂപം വർണ്ണിക്കുകയാണ്. അറിയാൻ, ചൊല്ലുവാൻ ഈ വണ്ണം സർവശക്തിയും ഏവർക്കും അരുളും ബ്രഹ്മം ഈ മട്ടിലറിയപ്പെടും. തങ്ങളെ തന്നെ മിന്നിക്കും മഹാഗ്നിക്കൊള്ളി നൽകുവാൻ
വെറും തീപ്പൊരികൾക്കാവില്ല ഇരുട്ടിൽ വിലസീടിലും. നമ്മളിപ്പോൾ ഇരുട്ടത്ത് പോകുമ്പോൾ അഗ്നി ഉപയോഗിച്ച തീപ്പൊരി പറ്റില്ല. പക്ഷേ മരം തീയായാൽ അല്ലേ, ഞങ്ങളെ തന്നെ മിന്നിക്കും മഹാഗ്നി കൊള്ളി നൽകുവാൻ വെറും തീപ്പൊരികൾക്കാവില്ല ഇരുട്ടിൽ വിലസീടിലും. മഹാഗ്നിക്കല്ലേ, ചൂട്ടിന് പന്തത്തിനൊക്കെ അല്ലേ വഴി കാണിക്കാൻ പറ്റുള്ളൂ, തീപ്പൊരിക്ക് പറ്റുമോ? ഇല്ല. വാക്കും മനസ്സും ബ്രഹ്മത്തിൽ ചെന്ന് മുട്ടില്ലൊരിക്കലും. ബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് പോവില്ല ഈ വാക്ക്, ഈ ദൃഷ്ടി, നാവ് ഒന്നും പോവില്ല. വാക്കും മനസ്സും ബ്രഹ്മത്തിൽ ചെന്ന് മുട്ടില്ല ഒരിക്കലും. വിവരിച്ചതിനെ ചൊല്ലും വേദവാക്യമശേഷവും. വേദവാക്യങ്ങൾ, വേദാർത്ഥങ്ങൾ, വേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ടതൊക്കെ. അതുമല്ല ഇതുമല്ലെന്നു വാഴ്ത്തി നിന്നൊരു മാതിരി. ഇതാണോ അല്ല, അതാണോ അല്ല, പിന്നെ എന്താ ഹേ എന്നാ ഒന്നുണ്ട് തന്നെ. അതുമല്ല ഇതുമല്ല എന്ന് പറയാനുള്ള കഴിവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ബ്രഹ്മാന്ന് വിചാരിക്കാം, അങ്ങനെയല്ലേ? ബ്രഹ്മം നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതല്ല അതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുമല്ല ഇതുമല്ലെന്നു വാഴ്ത്തി നിന്നൊരു മാതിരി. അതാണ് അഖണ്ഡ ബ്രഹ്മാഖ്യ വസ്തുവെന്നറിയിക്കാം. അതാണ് അഖണ്ഡ ബ്രഹ്മാഖ്യ വസ്തുവെന്നറിയിക്കാം. എന്നാൽ വർണ്ണിക്ക വയ്യാത്തതാകയാൽ ബ്രഹ്മമില്ലയോ. വർണ്ണിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മമില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതുകൊണ്ട് പറ്റൂല. എന്നാൽ വർണ്ണിക്ക വയ്യാത്തതാകയാൽ ബ്രഹ്മമില്ലയോ. ശങ്കിക്കായക ഈ വിധം അതല്ലാതൊന്നില്ല ജഗത്ത് ഇതിൽ. ശങ്കിക്കായക ഈ വിധം അല്ല, ശങ്കിക്കാക ഈ വിധം അതല്ലാതൊന്നില്ല ജഗത്തതിൽ. എല്ലാം ബ്രഹ്മയുള്ളൂ എന്നർത്ഥം. അഖണ്ഡമാം ബ്രഹ്മം ആദ്യം പ്രധാനം ത്രിഗുണാത്മകം. അഖണ്ഡമാം ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്ത ബ്രഹ്മം ആദ്യം പ്രധാനം ത്രിഗുണാത്മകം. ആദ്യം എന്താ? സത്വരസം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ കൂടെ കയറി പോവാം. തമോ ഗുണത്തിനെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തിനെ സാത്വിക ഗുണം കൊണ്ടും ജയിച്ച് സാത്വിക ഗുണത്തിനെ കൂടി അഹങ്കാരം മുറ്റി നിൽക്കരുതെന്ന് പറഞ്ഞ് ഭഗവത് പാതാരത്തിൽ വെച്ച് കണ്ണടച്ചാൽ തുര്യാവസ്ഥ, അകക്കണ്ണ് തുറക്കുകയും മനക്കണ്ണ് തുറക്കുകയും അവരവരുടെ ഉള്ളിൽ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണത്തോടുകൂടി ചൈതന്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയായി വരുന്നത്. അഖണ്ഡമാം ബ്രഹ്മം ആദ്യം പ്രധാനം ത്രിഗുണാത്മകം ഉടൻ ക്രിയാശക്തി രൂപസൂത്രമെന്നു വെളിപ്പെടും. അതുതന്നെ മഹത്തത്വമായി വരും ജ്ഞാനശക്തിയാൽ. അറിവാകുന്ന ശക്തി കൊണ്ടാണ് ഈ ബ്രഹ്മത്തിനെ അറിയാൻ പറ്റുള്ളൂ. അതുതന്നെ മഹത്തത്വമായി വരും ജ്ഞാനശക്തിയാൽ. അതിങ്കൽ നിന്ന് അഹങ്കാരം മധുജീവനുപാധിയാം. ഏത്? ജീവനുപാധി. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതേവിധം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതേവിധം നാനാരൂപത്തിൽ മിന്നീടും അസംഖ്യം വിഷയങ്ങളും. അസംഖ്യം, ആയിരക്കണക്കിന്, ഇൻ ലാക്സ്, ഇൻ ക്രോഴ്സ്. അവ കൊണ്ടുളവാം ഓരോ പുണ്യ അപുണ്യഫലങ്ങളും അചിന്ത്യശക്തിയാം ബ്രഹ്മം ഈ വിധം ബഹുരൂപമായി അവ കൊണ്ടുളവാം ഓരോ പുണ്യ അപുണ്യഫലങ്ങളും അചിന്ത്യ ശക്തിയാം ബ്രഹ്മം ഈ വിധം ബഹുരൂപമായി വിളങ്ങിയിടുകിലും. വാട്ട് പറയണു? ചേതന അചേതന വിലക്ഷണം. ചേതന അചേതന വിലക്ഷണം. ഏതന തേജസ്സുള്ളത്, ഏതന തേജസ്സില്ലാത്തത്. കയ്യിനും കാലിനും തേജസ്സില്ല. എപ്പോ? ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടാൽ. അപ്പോൾ കയ്യിനും കാലിനും കണ്ണിനും മൂക്കിനും ചെവിക്കും നാവിനും ത്വക്കിനും ഒക്കെ പ്രാധാന്യം എപ്പോഴുള്ളൂ? ഈ ബ്രഹ്മം എന്നുള്ള വസ്തു ഉള്ളിലുള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒക്കെ ജഡായി മാറി.
അപ്പോൾ പറഞ്ഞു പിന്നെ വിളങ്ങീടുകൾ ചേതന അചേതനം ചേതന വിലക്ഷണം ദേവമർത്യാദിഭേദങ്ങൾ ദേവന്മാരെന്നും മരണമുള്ള മനുഷ്യരെന്നും ദേവമർത്യാദിഭേദങ്ങൾ കാൺമോൻ ദേവാദ്യരായി വരാ. ഇതിനർത്ഥം മനസ്സിലായിണ്ടാവില്ല. ദേവന്മാർ വേറെ മനുഷ്യന്മാർ വേറെ എന്ന് കാണുമോൻ ദേവാദ്യരായി വരാ. ദേവന്മാരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ മനുഷ്യനാണ് ദേവനാവണത്, ദേവത്വം പ്രാപിക്കണത്. തത്വങ്ങളാണ്. മനുഷ്യൻ്റെ തത്വം ഉള്ളവൻ മനുഷ്യൻ, അല്ലെങ്കിൽ അവനെ മൃഗം, ഇരുകാലി മൃഗം എന്ന് പറയും. ദേവത്വമുള്ളത് കൊണ്ട് ദേവൻ. അപ്പോൾ എല്ലാവർക്കും അടിസ്ഥാനം എന്താ? ബ്രഹ്മം. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വിളങ്ങിയിടുകിലും ബഹുരൂപമായി വിളങ്ങിയിടിലും ചേതന അചേതന വിലക്ഷണം ദേവമർത്യാദിഭേദങ്ങൾ കാൺമോൻ ദേവാദ്യരായി വരാ. ആകയാൽ ഉളവാകില്ല വികാരിത്വം ഒരിക്കലും. ആകയാൽ ഉളവാകില്ല എന്താ? വികാരിത്വം ഒരിക്കലും. എന്നാ വികാരം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലേനി. വിചാരം കൊണ്ട് എല്ലാ കാര്യവും നടക്കുള്ളൂ. വിചാരം ചെയ്യുക, വികാരം കൊള്ളാണ്ടിരിക്കാം. ജീവന് പോലും കാണില്ല വികാരം. ഈ ജീവൻ സോക്കാൾഡ് ബ്രഹ്മം, അതിന് വികാരമില്ല. ഏത് അമ്പലത്തിൽ പോയിട്ട് ഞഞ്ഞത്ത് തല്ലി നിലവിളിച്ചാലും ഒരാളും വിളിക്കേക്കില്ല. എന്നാൽ താൻ നോക്കാത്ത അച്ഛനും അമ്മേനെയും അമ്മയെന്ന് വിളിച്ചാൽ അവർ വിളി കേൾക്കും. കാരണം എന്താ? അവർ പ്രീതികരമായിട്ട് ജീവിക്കുകയാണ്. നമ്മളെ പെറ്റ് വളർത്തിയത് അവരെ നോക്കുന്നു വിചാരിച്ചിട്ടില്ല. അവരവരുടെ കടപ്പാടുകൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളും നമ്മുടെ കടമകളും കടപ്പാടുകളും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ധ്വജസ്തംഭം സ്വർണം കെട്ടിക്കൊടുത്താലും കാര്യമൊന്നും നടക്കില്ല, ആ കാശ് പോയി. അപ്പോൾ കടമയും കടപ്പാടും നിറവേറ്റാണ്ട് ഈശ്വരീയമായ പ്രോഗ്രസ് ഉണ്ടാവില്ല നമുക്ക്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ജീവന് പോലും കാണില്ല വികാരം. ശുദ്ധനാവുകിൽ അവൻ്റെ നിലയും ചെറ്റൊന്നറിഞ്ഞിടേണം ആദ്യമായി. ഒരു വ്യക്തി ശുദ്ധനാണ് വിചാരിക്കുക, അവൻ്റെ നില എന്താണെന്ന് അറിയണം. കാശുകാരനാണോ അല്ലേ എന്ന് ചോദിച്ചിട്ടില്ല, ശുദ്ധനാണോ? അവൻ്റെ നിലയും ചെറ്റെന്നറിഞ്ഞിടേണം ആദ്യമായി. ആത്മാവെന്നും ജനിക്കാത്താക കൊണ്ട് മരിക്കലും വളർന്നീടലും ഇല്ല ഏതും തളർന്നീടലും ആവിധം. ജനിച്ചാലും മരിച്ചാലും വളർന്നാലും ക്ഷീണിച്ചാലൊന്നും ആത്മാവിനൊരു പ്രശ്നമില്ല. ആത്മാവ് അതേപോലെ തന്നെ. വളർന്നീടിലും ഇല്ല ഏതും തളർന്നീടിലും ആവിധം. ശരീരത്തിൻ്റെ താരുണ്യ വാർദ്ധക്യാദികൾ പോലവേ, ശരീരത്തിൻ്റെ താരുണ്യം വാർദ്ധക്യാദികൾ പോലവേ മാറിടും ഓരോരോ അവസ്ഥകളും അങ്ങനെ. മാറി വരും ഓരോരോ അവസ്ഥകളും അങ്ങനെ. സാക്ഷിയായി കാണും അവിടേക്കില്ല യാതൊരവസ്ഥയും. നമ്മൾ താരുണ്യരൂപത്തിലുള്ളപ്പോഴും യുവാവാവുമ്പോഴും വൃദ്ധാവസ്ഥയെ പ്രാപിക്കുമ്പോഴതും ഒന്നും ആത്മാവിന് ബാധകമാവില്ല. എന്നാൽ ആത്മാവാണ് ഇതൊക്കെ നടത്തുന്നത്. ഈ വിധം ദേവമർത്യാദി ശരീരങ്ങളിലൊക്കെയും ഇങ്ങനെ ദേവമർത്യാദി ശരീരങ്ങളിലൊക്കെയും മോക്ഷം വരേക്കും പ്രകൃതിബദ്ധനായി കാണുമെങ്കിലും തമോ ഗുണത്തിനും രജോ ഗുണത്തിനും സാത്വിക ഗുണത്തിനും ബന്ധനായി തോന്നുന്നുവെങ്കിലും സത്യത്തിൽ ആത്മാവിന് ഒരു ബന്ധവുമില്ല, മോക്ഷവുമില്ല. ദാറ്റ് ഈസ് എവർ എക്സിസ്റ്റിംഗ്. ദാറ്റ്സ് ഫിനിഷ്ഡ്. മോക്ഷം വരേക്കും പ്രകൃതിബദ്ധനായി കാണുമെങ്കിലും ഒരേ പദാർത്ഥം ചില്ലിൻ്റെ മാറ്റം കൊണ്ടെന്ന മാതിരി വൃത്തിഭേദങ്ങളാൽ പ്രാണൻ അഞ്ചായി തോന്നുന്ന മാതിരി. പ്രാണൻ ഉണ്ട്, പ്രാണൻ പോയി എന്നേ പറയുള്ളൂ. അപാനം പോയോ, വ്യാനം പോയോ, ഉദാനൻ പോയോ, സമാനൻ പോയോ ചോദിക്കില്ല. പ്രാണൻ പോയോ? പോയി. എപ്പോഴാണ് എടുക്കുക?
അങ്ങനെയാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇത് കൂടാണ്ട് 5 ഉപപ്രാണന്മാരുണ്ട്. ഞാൻ കാണാൻ പാഠം പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരേ വസ്തു തന്നെ പല ജോലികൾ ചെയ്യാണ്. അതുകൊണ്ട് അവർക്ക് വെവ്വേറെ പേര് കൊടുത്തു എന്ന് മാത്രം. വൃത്തിഭേദങ്ങളാൽ പ്രാണൻ 5ആയി തോന്നുന്ന മാതിരി ബുദ്ധി ഇന്ദ്രിയാദികൾ പല ഭാവത്തിൽ കാണുമെങ്കിലും കേവല ജ്ഞാനരൂപത്തിൽ തന്നെ വാഴുകയാം പ്രഭു. നമ്മുടെ ഉള്ളിലുള്ള മഹാപ്രഭു ശ്രീഹരി കേവല ജ്ഞാനരൂപത്തിൽ തന്നെ വാഴുകയാം പ്രഭു. അറിവിൻ്റെ മാതിരിയിൽ കണ്ണിനും കാതിനും മൂക്കിനും നാവിനും ത്വക്കിനും ഒക്കെ അറിവാണ് പ്രധാനം. പശു പക്ഷി മനുഷ്യാദി ശരീരങ്ങളിലൊക്കെയും 84 lakh സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ്. പശു പക്ഷി മനുഷ്യാദി ശരീരങ്ങളിലൊക്കെയും പ്രാണൻ പിന്തുടരും ജീവനെന്നും നിർവികാരനാം. പ്രാണൻ പിന്തുടരും. ജീവൻ നിർവികാരനാണ്. ഈ ജീവനെയാണ്, സോക്കാളുടെ ജീവനെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. ശരീരങ്ങളിലൊക്കെയും പ്രാണൻ പിന്തുടരും ജീവനെന്നും നിർവികാരനാം. ജാഗ്രത്തിൻ ഇന്ദ്രിയഗണത്തള്ളലും ശുദ്ധജീവനെ. ജാഗ്രത്തിൽ ഇന്ദ്രിയഗണത്തള്ളലും ശുദ്ധജീവനെ. പ്രസൂപ്തി വേളയിൽ പൂർവസംസ്കാരത്തോടഹന്തയും. പ്രസവിച്ച് വീഴുന്നവരെ പാസ്റ്റ് സ്റ്റോറീസൊക്കെ അറിയും. പ്രസവിച്ച് വന്നാൽ എല്ലാം മറക്കും. അവിടെ മായ കുടുക്കി നമ്മളേനെ. ജാഗ്രത്തിൽ ഇന്ദ്രിയഗണത്തള്ളലും ശുദ്ധജീവനെ. പ്രസുപ്തി വേളയിൽ പൂർവസംസ്കാരത്തോടഹന്തയും. വികാരമുള്ളവൻ പോലെ വിലസിക്കുക മാത്രമാം. വികാരമുള്ളവൻ പോലെ, വികാരമില്ല ജീവന്, വിലസിക്കുക മാത്രമാം. അല്ലെങ്കിൽ ആ 2 അവസ്ഥ തീരെ അറ്റ സുഷുപ്തിയിൽ നാണുമില്ല മാനവുമില്ല. ജാഗ്രത അവസ്ഥയിലേ ഉള്ളൂ, സ്വപ്നത്തിലുമില്ല. പറഞ്ഞുകൊണ്ടോ? സ്വപ്നത്തിൽ മരിച്ചതായി സ്വപ്നം കാണും. ശരീരം മരിച്ചു എന്ന് ജീവൻ മാറി നിന്നിട്ട് കാണും, ഞാൻ മരിച്ചു. അല്ലെങ്കിൽ ആ 2 അവസ്ഥ തീരെ അറ്റ സുഷുപ്തിയിൽ വികാരവാനായി കാണേണ്ടതല്ലയോ മിഥിലാധിപാ. ഹേ നിമിചക്രവർത്തി, വികാരവാനായി കാണുന്നില്ലല്ലോ. ആകയാൽ ഈ വിധം 2 വികാരോപാധി നീങ്ങവേ വിശുദ്ധരൂപനായി തന്നെ സംശുദ്ധഭാവത്തിൽ ഇരിക്കുകയാണ്. വിശുദ്ധരൂപനായി തന്നെ വിളങ്ങുന്നു മഹാപ്രഭു. അഹങ്കാരം വരേക്കുള്ളതകിലം വിലയിക്കവേ. അഹങ്കാരം വരേക്ക് ഉള്ളത് അഖിലം വിലയിക്കവേ. ഒന്നൊന്നിനോട് ലയിച്ചു പോയാൽ ശൂന്യമാം അവശേഷിപ്പതെന്നുരപ്പത് യുക്തമാം. അപ്പോൾ എല്ലാം വിലയം പ്രാപിച്ചാൽ ശൂന്യമായിട്ട് എന്താ അവശേഷിക്കണു? അത് യുക്തം അല്ല, എന്നുരപ്പത് അയുക്തമാം. സുഷുപ്തി സാക്ഷിയാം നിത്യസുഖാത്മാവാം പരാൽപരൻ. സുഷുപ്തിക്ക് സാക്ഷി ആരാ? ഞാൻ നന്നായി ഉറങ്ങി എന്നുള്ളതിന് സാക്ഷി നിത്യസുഖാത്മവാൻ പരാൽപരൻ. അതാണ് ബ്രഹ്മം. അറിഞ്ഞില്ല ഇത്രയും നേരം സുഖമായിട്ടുറങ്ങിനേൻ. സുഖമായി ഉറങ്ങി എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ മട്ട് അനുഭവിക്കാത്തതോർമ്മിക്കില്ലൊരു കാലവും. അനുഭവിച്ചതാണ് ഓർക്കണത്. ശരീരം അനുഭവിച്ചു. ഈ മട്ട് അനുഭവിക്കാത്തതോർമ്മിക്കില്ല ഒരു കാലവും. വിഷയങ്ങളിൽ മുട്ടായിക മൂലം അസ്പഷ്ടമാകയാം. സ്പഷ്ടമല്ല, അസ്പഷ്ടം ആകയാൽ അസ്പഷ്ടമാകയാം.
സുഷുപ്തിയെങ്കിൽ ഈ വണ്ണം ആത്മാനുഭവം എന്തുകിൽ. കണ്ടീഷണൽ ക്ലോസാ. പ്രപഞ്ച വിഭ്രമം പിന്നീട് എമ്മട്ടൊരയും ഇങ്ങനെ. പ്രപഞ്ച വിഭ്രമം എങ്ങനെ ഉണ്ടാവുക? പിന്നെ അറിഞ്ഞില്ലേതും എന്നുള്ളൊരജ്ഞാനവും അതിൻ്റേതാം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിഞ്ഞില്ല ഏതും എന്നുള്ളൊരു അജ്ഞാനവും അതിൻ്റെയാം. സംസാരവും അകക്കാമ്പിൽ തന്നെ നിൽക്കുവതെങ്ങനെ. സംസ്കാരവും അകക്കാമ്പിൽ നിൽക്കുവതെങ്ങനെ. മായ കൊണ്ടാണ് അതെമ്മട്ടിൽ വന്നതെന്നോതുവാൻ പണി. മായ കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറയാൻ പണിയുണ്ട് എന്നാ പറഞ്ഞത്. മായ കൊണ്ടാണതെന്മട്ടിൽ വന്നതെന്നോതുവാൻ പണി. ചളി പറ്റിയതിൻ ചോട് ചരിത്രം വിസ്തരിക്കുവാൻ മിനക്കെടാതെ കഴുകിക്കളഞ്ഞിടുകയാം വരം. ചളി പറ്റി എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? അത് കഴുകിക്കളയൂ. ഡോണ്ട് റിപ്പീറ്റ് ദി നെഗറ്റീവ് തിങ്. പോസിറ്റീവായിട്ട് ആലോചിക്കുക. ചളിയിലാണല്ലോ താമര നിൽക്കണത്. അങ്ങനെയാണ് സമാധാനിക്കന്നെ. ചളി പറ്റിയതിൻ ചോട് ചരിത്രം വിസ്തരിക്കുവാൻ മിനക്കെടാതെ കഴുകിക്കളഞ്ഞിടുകയാം വരം. ജീവൻ വിശുദ്ധനാകേണ്ടും മാർഗം തേടുകയാം ഗുണം. ജീവനെ വിശുദ്ധിയിലേക്ക് എങ്ങനെ നയിക്കാം? പരമാത്മ ചൈതന്യത്തെ സംശുദ്ധമായ അവസ്ഥയിലേക്ക് എങ്ങനെ നയിക്കാം? ജീവൻ വിശുദ്ധനാകേണ്ടും മാർഗം തേടുകയാം ഗുണം. ഗൃഹം ദേഹം ധനം തൊട്ട പലതെങ്കിലും ഈ വിധം. ഈ ചളി പറ്റണത് എങ്ങനെയാണ്? ഗൃഹം ദേഹം ധനം തൊട്ടവയിൽ എൻഗേജറാവും ചളി പറ്റും. എടുക്കാത്ത നോട്ട് കിട്ടും. ആർക്കും കൊടുത്താൽ അവർ തല്ലും. ഹുണ്ടിയിൽ കൊണ്ടിടും. ഭഗവാൻ ചോദിക്കില്ലല്ലോ നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന്. ഒരു വിഷയം. ഗൃഹം ദേഹം ധനം തൊട്ട പലതെങ്കിലും ഈ വിധം ഉറച്ചോരാഗ്രഹം തീരെ അകന്നവ മുഴക്കയും. നിഷ്കാമകർമ്മം. പരിഭ്രമില്ലാത്തൊരു ജീവിതം. ചേരച്ചാൽ മുട്ട മണിയടിച്ച ചോറ്. ഉറച്ചൊരാഗ്രഹം തീരെ അകന്നവ മുഴക്കേയും ശ്രീ പത്മനാഭചരണങ്ങളിൽ ആവണം ആ വിധം. എന്ത് കാര്യം ഭഗവത് സമക്ഷം അടിയറ പറയാം. കാക്കണേ പൊന്നു തിരുമേനി. പൂണോലിട്ടവരല്ല കേട്ടോ. അത് ഭയങ്കര തിരിവായിരിക്കട്ടെ. ഭഗവാനെ പറഞ്ഞത്. ഉയർന്നുയർന്നു മേന്മേലെ മിന്നും പരമഭക്തിയാൽ. ഞാനും താനും നമ്മളൊക്കെ കറുത്തവരും വെളുത്തവരും, കൃഷരും തടിച്ചവരും, പണ്ഡിതനും പാമരനും ഉയർന്നുയർന്നു മേന്മേലെ മിന്നും പരമഭക്തിയാൽ. പരമഭക്തി ഇല്ല, പാരമ്യത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തില്ല വിചാരിക്കുക. എന്തുണ്ടായിട്ടും കാര്യമില്ല. നോ ചാൻസ്. എസ്കേപ്പ് ആവില്ല. ഉയർന്നുയർന്നു മേന്മേലെ മിന്നും പരമഭക്തിയാൽ രാഗദ്വേഷാദിമാലിന്യമകിലം നീങ്ങിയത്രയും. അപ്പോൾ ഈ ഉയർന്നുയർന്നു മേന്മേൽ മിന്നണം പരമഭക്തിയിലെങ്കിൽ എന്തിനെ ഒഴിവാക്കണം? കാമക്രോധ മത മത്സര ലോഭ ഭയാദി 6 ആളെ ഒഴിവാക്കണം. കാമക്രോധ മത മത്സര ലോഭ ഭയത്തിനെ മാറ്റണം. വിലസും ശുദ്ധചേതസ്സിൽ. ആരാ ശുദ്ധചേതസ്സിൽ വിലസുന്നത്? വിളയാടും പരാൽ പരൻ. വിലസും ശുദ്ധചേതസ്സിൽ വിളയാടും പരാൽ പരൻ. കണ്ണിൻ്റെ കേടകന്നോർക്ക് സൂര്യ തേജസ്സു പോലവേ. കണ്ണിന് കേടുണ്ടെങ്കിൽ സൂര്യനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കണ്ണിന് കേടാണെങ്കിൽ സ്വർണം കൊണ്ട് സൂര്യനെ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്തിട്ട് കാര്യമില്ല. ദാനധർമ്മങ്ങൾ കണ്ണ് കാണുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായെങ്കിൽ കണ്ണ് കാണാതെ കണ്ടിരിക്കാൻ അവസ്ഥ വന്നേനെ. ബ്രാഹ്മണരെ ബഹുമാനിക്കുക, ബ്രാഹ്മണരെ നിന്ദിക്കാതെ കണ്ടിരിക്കുക. കണ്ണ് കുഴപ്പം വരില്ല. എന്നാൽ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തതാണെങ്കിലും പറ്റേണ്ട അമ്മളി പറ്റാതെ കണ്ടിരിക്കില്ല.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കണ്ണിൻ്റെ കേടകന്നോർക്ക് സൂര്യ തേജസ് പോലവേ ആകയാൽ എന്നും ആത്മാനുഭൂതി ആശിക്കിൽ ഏവനും. എനിക്ക് ആത്മാനുഭൂതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. അതിനെന്ത് വേണം? ലൗകികമായ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാൽ ആധ്യാത്മിക പരിവേഷം ഉണ്ടാവില്ല. അവിടുത്തെ ഒരു പ്രശ്നമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആകയാൽ എന്നും ആത്മാഭൂതി ആശിക്കിൽ ഏവനും ഭഗവത് ശരണാംഭോജ ഭക്തിയേ മുഖ്യ സാധനം. അപ്പോൾ ആത്മാനുഭൂതി ഉണ്ടാവാൻ ഏറ്റവും സുഗമമായ മാർഗം ഭഗവത് ശരണാംഭോജ ഭക്തിയേ മുഖ്യ സാധനം. വേറൊന്നും പറ്റില്ല. ഈ വിധം ചിത്തസംശുദ്ധി വളരാൻ കർമ്മമൊക്കെയും ഈശ്വരാർപ്പണമായി തന്നെ ചെയ്തു ശീലിക്കണം നരൻ. ഈ വിധം ചിത്തസംശുദ്ധി വളരാൻ കർമ്മമൊക്കെയും ഈശ്വരാർപ്പണമായി തന്നെ ചെയ്തു ശീലിക്കണം നരൻ. പരിശീലിക്കണം. പരിശ്രമമില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. നോട്ട് അറ്റ് ആൾ, നോ ചാൻസ് അറ്റ് ആൾ. അങ്ങു പണ്ട് ഇതിനെപ്പറ്റി ചോദിച്ചും കുട്ടിയാകയാൽ ഉത്തരം ചൊല്ലിയില്ലൊന്നും സനകാദി മഹർഷികൾ. നിമിച്ചക്രവർത്തി, ഈ പറഞ്ഞ കാര്യം അങ്ങ് സനകാദി മുനീന്ദ്രന്മാരോട് കുട്ടിയായിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായി. പക്ഷേ അവരന്ന് അതിന് ഉത്തരം പറഞ്ഞില്ല. കാരണം അത് ഗ്രഹിക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങ് പണ്ട് ഇതിനെപ്പറ്റി ചോദിച്ചും കുട്ടിയാകയാൽ ഉത്തരം ചൊല്ലിയില്ലൊന്നും സനകാദി മഹർഷികൾ. ഇതൊക്കെ നവയോഗികൾക്ക് അറിയാം. എങ്ങനെ? യോഗവൈഭവം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. യോഗവൈഭവം, ഭക്തിയോഗ വൈഭവം, കർമ്മയോഗ വൈഭവം. കർമ്മയോഗ വൈഭവം കൊണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റും. ഭക്തിയോഗ വൈഭവം കൊണ്ട് ഉള്ളതിനെ അറിയാൻ പറ്റും. ഏതായി ഉള്ളത്? അകത്ത് ഉള്ള ചൈതന്യത്തിനെ അറിയാൻ പറ്റുന്ന അർത്ഥം. എത്ര സുലഭമാണ് വെച്ചുണ്ടോ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ഇല്ലെങ്കിലോ ഒരു നിവൃത്തിയില്ല. ഈ വണ്ണം കേട്ട് എത്രയും വിസ്മയം പൂണ്ട് ആവിർമോദം കർമ്മയോഗം കതിപ്പാൻ ആവശ്യപ്പെട്ടിടും ഉർവീശനോട് ആവിർഹോത്രൻ ചൊല്ലിനാൻ യോഗിവര്യൻ. ഈ വണ്ണം കേട്ട് നിമിചക്രവർത്തി വിസ്മയം പൂണ്ട് പോണ്ട് ആവിർമോദം കർമ്മയോഗം കതിപ്പാൻ. അതിനെപ്പറ്റൊന്ന് പറഞ്ഞു തരൂ. ആവശ്യപ്പെട്ടിടും ഉർവീശനോട് നിമിചക്രവർത്തിയോട് ആവിർഹോത്രൻ ചൊല്ലിനാൻ യോഗ്യവൈദ്യൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ സപ്തമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 8ാം സർഗം, കർമാദി നിരൂപണം. അത് 8ാം സർഗത്തിൽ. അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. എന്നാൽ അത് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും എന്ന് സ്മരിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. നമസ്കാരം. നാളെ കാണാം.